ആ ചൂട് പപ്പടം അവിടെ എത്തിയല്ലോ. ആ ചൂട് പപ്പടം അവിടെ എത്തി. വേറെ ഒന്നും കഴിക്കാലോ മാമാ? വേറെ പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്. ഒന്നാ പോന്നോട്ടെ. ആ രാമേട്ടാ 4 പപ്പടോടാ പാർസൽ ഇട്ടാ. ഏയ് രാധികച്ചിരി മോളല്ലേ? ഹായ് ജോസേട്ടാ, പറ്റിക്കലൊന്നുമില്ലേ? ഇതെന്താ ചെയ്യണിപ്പോ? ഇപ്പോ എന്താ പറയാ, ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നീ ഭയങ്കര ഫേമസ് അല്ലേ, ലോകം മുഴുവൻ കറങ്ങി നടക്കല്ലേ? എന്താ ചെയ്യാ. അല്ല കാവ്യേ, ഞാൻ അടുത്ത ട്രിപ്പ് എവിടേക്കാണ്? അല്ല ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ട്രിപ്പ് ഒന്നുമില്ല. ഞാൻ വിചാരിക്കണത് അച്ഛനും അമ്മേനെയും ഒരു ട്രിപ്പ് കൂട്ടാളാണ്. വീട്ടിലെ കാര്യം നോക്കും. എപ്പോഴും വീട്ടിലെ കാര്യം നോക്കിയാൽ മതി ജോസേട്ടാ, അവരൊന്ന് അടിച്ചു പൊളിക്കട്ടേന്നേ. അത് ചെയ്യണം അല്ലേ? അല്ല എവിടേക്കാണ് അപ്പൊ വിടണത്? ഞാനിപ്പോ വിചാരിച്ചിരിക്കുന്ന അവരൊന്ന് ഒരു ദിവസത്തേക്ക് ബാംഗ്ലൂർക്ക് വിട്ടാലോന്നാണ്. ബാംഗ്ലൂര് നല്ല സ്ഥല. അപ്പൊ എങ്ങനെയാ പോണത്? അല്ല നമ്മള് എന്റെ ഒരു NV ഹോളിഡേയ്സ് എന്നൊരു കമ്പനി ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആണത്. അപ്പൊ അവര് കൊച്ചിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോ മെയിൻലി ഇത് എന്താന്ന് വെച്ചാ, അമ്മക്ക് കൊറേ കാലായി പറയണു ഫ്ലൈറ്റ് കയറണം എന്നുള്ളത്. ഫ്ലൈറ്റിലാ? നമ്മളെ ഈ NV ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പൊ നമ്മുടെ കൊച്ചിന്ന് 8:50 ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് കയറുക, ബാംഗ്ലൂർ ഒരു 10-10:15 അത്ര കൂട്ടിയാൽ മതി. അവിടെ എത്തുന്നു. അവിടെ വരെ 2 ലേഡി സ്റ്റാഫ് വരും ഈ എയർപോർട്ടിലെ. അവിടെ നിന്നാണ് പിന്നെ ഇവരുടെ ഒരു ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലാൽബാർഗ്, പാലസ് അങ്ങനെയൊക്കെ പോയി ഒരു ഉച്ചയാകുമ്പോ MG റോഡ് നമ്മുടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. അതിനുശേഷം വൈകിട്ട് ഒരു ഈവനിങ് നടത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രി സ്ലീപ്പർ ഒരു ബസ് കണ്ടിട്ടില്ലേ, അപ്പൊ ആ ബസ്സിൽ ഇവരെ കയറ്റി വിടുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ 8:50 പോയാൽ നാളെ ആ സമയത്ത് ഇവരുണ്ടാവുന്ന വീട്ടില്. ഒറ്റ ദിവസത്തെ ട്രിപ്പ് മെയിൻ ആയിട്ട് ഫ്ലൈറ്റ് കയറാം. അതാണ് അതെ. ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഇതൊരു അവസരമാണ്. ഈ ഫ്ലൈറ്റിൽ പോകുമ്പോഴേ പാസ്പോർട്ട് വേണ്ടേ? എന്റെ ജോസേട്ടാ, ആധാർ കാർഡ് മാത്രം മതി ഇതിന്. പാസ്പോർട്ട് വേണ്ടേ? പാസ്പോർട്ട് വേണ്ട, നമ്മൾ ഇന്ത്യക്ക് പുറത്തല്ലല്ലോ, ബാംഗ്ലൂർക്കല്ലേ പോണത്. പാസ്പോർട്ട് ഒന്നും വേണ്ട എന്റെ ജോസേട്ടാ. അല്ല ഈ പൈസ എത്രയാണ്? പൈസ നമ്മൾ വെറും 5,990 രൂപ വരുന്നുള്ളൂന്ന്. അത്ര വരുന്നുള്ള? അപ്പൊ ഫ്ലൈറ്റിൽ പോവാ, തിരിച്ച് മറ്റേ ബസ്സിൽ സ്ലീപ്പർ ബസ്സിൽ വരും. ഫുഡോ? നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ അവര് തരും. അപ്പൊ ഫുഡ് ഫുള്ള് ഫ്രീ? അതെ. അത് കൊള്ളാലാ. അപ്പൊ നമുക്ക് പോയാലോ? താൻ തന്റെ വീട്ടുകാരോടും പറഞ്ഞോ. അതല്ല, ഞങ്ങളൊരു 5-6 പേര് ഉണ്ടെങ്കിൽ പോവാൻ പറ്റൂ? അല്ലല്ല, മിനിമം ഒരു 18 പേരുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് പോവാം. 18 പേര് വേണോ? എന്റെ ജോസേട്ടാ, ഇക്കാലത്ത് എത്ര പേരെ ട്രിപ്പ് പോകണമെന്നറിയോ? 40-50 പേരൊക്കെയാണ് കഴിഞ്ഞ ട്രിപ്പിന് പോയത്. തൃശ്ശൂർ തന്നെ കുറെ പേരുണ്ടെന്ന് ട്രിപ്പിന്. അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ ഉണ്ട്, വിളിച്ചു ചോദിക്കാൻ. ഇന്ന് വിളിച്ചോ, എഴുതി കേട്ടാ. 77-36-10-67-77. അതെ, പപ്പടവട പാർസൽ പറഞ്ഞിട്ടല്ലേ? നല്ല പറഞ്ഞ ഞങ്ങള് 2 പപ്പടവടയും 2 ചായ, അതിന്റെ പൈസ കൂടി കൊടുക്കൂ. കൊടുക്കാം. മാമാ, കാവ്യമോള് തരൂട്ടോ ഞങ്ങളുടെ പപ്പടവട ഇതിന്റെയും കാശ്. ശരി, താങ്ക് യു. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് കയറാൻ ആഗ്രഹമുള്ള ചേച്ചിമാര്, അച്ഛന്മാര്, അമ്മമാര്, അവർക്കൊക്കെ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതെ. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ചു പോവാ. അപ്പൊ ബൈ.